ഇക്കായി ദോ. ഇക്കായി എന്ന് പറഞ്ഞാൽ യൂണിറ്റ്. യൂണിറ്റ് 2. ബാദൽ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, ക്ലൗഡ്. പേജ് നമ്പർ 38 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഒരു മരമുണ്ട്. മരത്തിന് എന്താണ് ഹിന്ദിയിൽ പറയുക? പേഡ്. പേഡ് എന്നാണ് പറയുക. അതേപോലെ പീകോക്ക്, മയിലുണ്ട്. മയിലിന് മോർ എന്നാണ് പറയുക. കല്ലിനെന്താണ് പറയുന്നത്? പത്തർ. പത്തർ എന്നാണ് പറയുക. പൂവിന് ഫൂൽ. പൂവിന് ഫൂൽ എന്ന് പറയുന്നു. അതേപോലെ ഫ്രൂട്ടിന് ഫൽ. ഫ്രൂട്ടിന് ഫൽ എന്നാണ് പറയുക. ഇലയ്ക്ക് പത്ത. ഇലയ്ക്ക് പത്ത എന്നാണ് പറയുക. പേഡ്, ഫൽ, മോർ, ഫൂൽ, പത്തർ. നെക്സ്റ്റ് പേജിൽ എന്താണ്? അനൂട്ടി ജാക്കിയ. അനൂട്ടി ജാക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുല്യമായിട്ടുള്ള കാഴ്ചകൾ. ജാക്കിയ എന്ന് പറഞ്ഞാൽ മനോഹരമായ ജീവനുള്ള ദൃശ്യങ്ങൾ. അനൂട്ടി അതുല്യമായ, ജാക്കിയ മനോഹരമായ ജീവനുള്ള ദൃശ്യങ്ങൾ. ഇവിടെ പിക്ചറിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ക്ലൗഡ്, മേഘമുണ്ട്. ബാദൽ, മേഘത്തിന് എന്താണ് പറയുക? ബാദൽ. പിന്നെ തുമ്പി. തുമ്പിക്ക് എന്താണ് പറയുക? വ്യാദ് പതംഗ് എന്നാണ് പറയുക. വ്യാദ് പതംഗ്. തിത്തലി. തിത്തലി എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ. ഇവിടെ ഒരു ചെടിയുണ്ട്. ചെടിക്ക് പൗധ എന്നാണ് പറയുക. അതേപോലെ ഒരു ഓന്തുണ്ട്. ഓന്തിന് ഗിർഗിറ്റ്. ഗിർഗിറ്റ് എന്നാണ് പറയുന്നത്. തവളയുണ്ട്. തവളയ്ക്ക് മേണ്ടക് എന്നാണ് പറയുന്നത്. മേണ്ടക്. ഇവരെന്താണ് പറയുന്നത്? വാ കിത്തന സുന്ദർ, മസാ ലൂട്ടെ. വാ കിത്തന സുന്ദർ, എത്ര മനോഹരം, എത്ര ഭംഗിയാണുള്ളത്. മസാ ലൂട്ടെ. മസാ ലൂട്ടന എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുക. നമുക്ക് എൻജോയ് ചെയ്യാം എന്നിവർ പറയുകയാണ്. എത്ര മനോഹരമാണ്, എൻജോയ് ചെയ്യാം. മസാ ലൂട്ടന എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യുക. ഡോക്ടർ ശ്രീപ്രസാദ് എഴുതിയ കവിതയാണ് ബാദൽ. കാലേ കാലേ പാനി വാലേ ആസ്മാൻ മേ ബാദൽ ആയേ, ബോലോ കേസേ ആകർ ചായേ. കാലേ കാലേ. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്. കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ, കറുപ്പ്. പാനി വാലേ. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. വെള്ളം നിറഞ്ഞ, വെള്ളമുള്ള, കറുപ്പ് നിറത്തിലുള്ള വെള്ളമുള്ള. ബാദൽ ആയേ, മേഘം വന്നു. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. മേഘം ആയേ വന്നു. ആസ്മാൻ മേ. എവിടെയാണ് വന്നത്? ആകാശത്തിൽ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. കറുപ്പ് നിറത്തിലുള്ള, വെള്ളം നിറഞ്ഞിട്ടുള്ള മേഘം വന്നു. ആകാശത്തിൽ മേഘം വന്നു. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ബോലോ കേസേ ആകർ ചായേ. ബോലോ പറയൂ. ബോലോ എന്ന് പറഞ്ഞാൽ പറയൂ. കേസേ എങ്ങനെ, ആകർ ചായേ എങ്ങനെയാണ് വന്ന്. ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാ ജാന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക അല്ലെങ്കിൽ പരക്കുക എന്നൊക്കെയാണ് അർത്ഥം. ചാ ജാന. എങ്ങനെയാണ് വന്ന് വ്യാപിച്ചത്? എങ്ങനെയാണ് വന്ന് വ്യാപിച്ചത്? അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചത്, മൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നത്, പരന്ന് കിടക്കുന്നത് എന്ന അർത്ഥമൊക്കെ വരാം. അപ്പോൾ എങ്ങനെയാണ് മേഘം വന്ന് വ്യാപിച്ചത്, ഇങ്ങനെ പരന്ന് കിടക്കുന്നത് ആകാശത്തിൽ? ഹവാ പകഡ്കർ ലാത്തി സർസർ ചായ ജैसे കാലേ കമ്പൽ കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. ഹവ പകഡ്കർ കാറ്റ് പിടിച്ചുകൊണ്ട്. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, പകഡ്കർ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട്. പകഡ്ന പിടിക്കുക, പകഡ്കർ പിടിച്ചുകൊണ്ട്. ലാത്തി സർസർ, ലാത്തി കൊണ്ടുവരുന്നു. സർസർ എന്ന് പറയുന്നത് കാറ്റ് മേഘത്തെ കൊണ്ടുവരുമ്പോഴുള്ള ആ ശബ്ദത്തെ, ആ മഴ കൊണ്ടുവരുമ്പോഴുള്ള ആ ശബ്ദത്തെയാണ് സർസർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ചായ ജേസെ കാലേ കമ്പൽ. ചായ പരന്ന് കിടക്കുന്നു അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്നു. ഏതുപോലെയാണ്? കാലേ കമ്പൽ. കാലേ എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറത്തിലുള്ള കമ്പൽ, കമ്പിളി പോലെ. കറുപ്പ് നിറത്തിലുള്ള കമ്പിളി പുതപ്പ് പോലെയാണ് വ്യാപിച്ചിരിക്കുന്നത് മേഘം, ആകാശത്ത് വ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഹവ പകഡ്കർ ലാത്തി സർസർ. സർസർ ശബ്ദത്തോടു കൂടിയാണ് ഹവ, കാറ്റ് പിടിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട്
കമ്പിളി പോലെ പരന്നു കിടക്കുകയാണ്, ആകാശത്ത് പരന്നു കിടക്കുകയാണ്. കിത്തനെ സുന്ദർ, എത്ര മനോഹരമാണ്. കിത്തനെ, എത്ര. സുന്ദർ, ഭംഗിയുള്ളതാണ്, എത്ര മനോഹരമാണ്. ലഗത്തെ ബാദൽ, എത്ര മനോഹരമായാണ് തോന്നുന്നത്. ബാദൽ, മേഘം. മേഘം എത്ര സുന്ദരമായാണ്, എത്ര മനോഹരമായാണ് തോന്നുന്നത്. പേടോ ജേസെ ഭേടോ ജേസെ ലഗത്തെ ജേസെ ചലത്തെ ഘോടെ ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ. പേടോ ജേസെ, പേട് എന്ന് പറഞ്ഞാൽ മരം അല്ലെങ്കിൽ വൃക്ഷം, ഒരു മരത്തെ പോലെ. ഭേടോ ജേസെ, ഭേഡ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്, ഭേഡ് ചെമ്മരിയാട്. ചെമ്മരിയാടുകളെപ്പോലെ, മരങ്ങളെപ്പോലെ, ചെമ്മരിയാടുകളെപ്പോലെ. ലഗത്തെ ജേസെ ചലത്തെ ഘോടെ, നടക്കുന്ന കുതിരകളെപ്പോലെ. ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര. കുതിരകളെപ്പോലെ, നടന്നു പോകുന്ന കുതിരകളെപ്പോലെ തോന്നുന്നു, മരങ്ങളെപ്പോലെ തോന്നുന്നു, ചെമ്മരിയാടുകളെപ്പോലെ തോന്നുന്നു. മേഘം ആകാശത്ത് പല രൂപത്തിലാണ് കാണപ്പെടുന്നത്. ബൻ ജാത്തെ, ചിലപ്പോഴൊക്കെ ആയിത്തീരുന്നു. ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ. ഹാത്തി കെ ജോഡെ എന്ന് പറഞ്ഞാൽ ആനകളുടെ ജോഡി. ആനകളുടെ ജോഡി പോലെയും രൂപപ്പെടുന്നു, മേഘം രൂപപ്പെടുന്നു. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, ജോഡെ എന്ന് പറഞ്ഞാൽ ജോഡി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ബാദൽ ക്യോ സുന്ദർ ലഗത്തെ ഹെ, മേഘം എന്തുകൊണ്ടാണ് മനോഹരമായി തോന്നുന്നത്, എന്തുകൊണ്ടാണ്. ബാദൽ കൈ പ്രകാർ കി ആകൃതിയോ മേ ദിഖായി ദേത്തെ ഹെ, മേഘം പലതരത്തിലുള്ള ആകൃതിയിൽ, പലതരത്തിലുള്ള രൂപത്തിൽ കാണപ്പെടുന്നു, അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായി തോന്നുന്നത്. ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. മരങ്ങളെപ്പോലെ, പേടോൻ ജേസെ, ചെമ്മരിയാടുകളെപ്പോലെ, ഭേഡോൻ ജേസെ. പിന്നെ ചലത്തെ ഘോഡെ ജേസെ, നടന്നു പോകുന്ന കുതിരകളെപ്പോലെ. പിന്നെ ഹാത്തി കെ ജോഡെ ജേസെ, ആനകളുടെ ജോഡികളെപ്പോലെ ഒക്കെ തോന്നുന്നു, ഒക്കെ രൂപപ്പെടുന്നു. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, പാനി വെള്ളം, ആസ്മാൻ ആകാശം, ബാദൽ മേഘം, ചാജാന ചായേ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുക, പരന്ന് കിടക്കുക. ഹവ കാറ്റ്, പക്കഡ്ന പിടിക്കുക, ലാന കൊണ്ടുവരിക, ലാത്തി കൊണ്ടുവരുന്നു. പിന്നെ സർസർ എന്ന് പറയുന്നത് ആ മഴ പെയ്യുമ്പോഴുള്ള, കാറ്റടിക്കുമ്പോഴുള്ള ശബ്ദത്തെയാണ്. പിന്നെ കാലേ കമ്പൽ, കറുത്ത കമ്പിളി. കിത്തനെ സുന്ദർ, എത്ര മനോഹരം. ലഗ്ന, ലഗത്തെ ബാദൽ, ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക. പേട് വൃക്ഷം, ഭേഡ് ചെമ്മരിയാട്, ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര, ചൽന നടക്കുക, ചലത്തെ ഘോഡെ നടക്കുന്ന കുതിര. പിന്നെ ഹാത്തി ആന, ഹാത്തി കെ ജോഡെ, ജോഡ എന്ന് പറഞ്ഞാൽ ജോഡി, ആനകളുടെ ജോഡി. നന്നെ ജലക്കൺ ഗയേ ഭാപ്പ് ബൻ ഉസി ഭാപ്പിനെ ടണ്ടക്ക് പായി ബാദൽ ബർസെ ബർസ ആയി. നന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ, ജലകണങ്ങൾ, ഗയേ ഭാപ്പ് ബൻ, ഭാപ്പ് എന്ന് പറഞ്ഞാൽ നീരാവി, സ്റ്റീം, നീരാവിയായിട്ട് എന്താവുന്നു, ആകാശത്തേക്ക് പോകുന്നു. ഉസി ഭാപ്പിനെ ടണ്ടക്ക് പായി, ആ നീരാവി തണുത്തുറയുന്നു. ടണ്ടക്ക് എന്ന് പറഞ്ഞാൽ തണുക്കുന്നു, തണുത്തുറയുന്നു. ബാദൽ ബർസെ ബർസായി, ആ നീരാവി തണുത്തുറഞ്ഞ് ആണ് മേഘം പെയ്യുന്നത്. മേഘം പെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, മഴ പെയ്യുന്നു. ബർസ, ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ, ബർസാത്ത്. ബർസ ആയി, മഴ വന്നു. ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ. അപ്പം എങ്ങനെയാണ് മഴ പെയ്യുന്നത്. ചെറിയ ജലകണങ്ങൾ, ഇലകളുടെ മുകളിലൊക്കെയുള്ള ചെറിയ ജലകണങ്ങൾ നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നു. എന്നിട്ട് ആ നീരാവി തണുത്തുറഞ്ഞ്, അങ്ങനെയാണ് മഴ പെയ്യുന്നത്. മേഘമായി മേഘം പെയ്യുന്നു. കർത്തെ ഗഡ്ഗഡ് ആത്തെ ബഡ്ബഡ് ബിജലി ബാദൽ കോ ചമക്കായെ അന്ധിയാരെ മേ രാഹ് ദിക്കായെ. ഗഡ്ഗഡ് എന്ന് പറയുന്നത് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തെയാണ്. ആത്തെ ബഡ്ബഡ്, അതായത് മഴ പെയ്യുമ്പോൾ ഇടി മുഴങ്ങുന്നു. മഴ എങ്ങനെയാണ് വരുന്നത്, ബഡ്ബഡ്, അതായത് ലഗാതാർ ആകെ നിക്കൽന, ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു, തീവ്രതയിൽ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇടിമുഴക്കമുണ്ടാകുന്നു. പിന്നെ ബിജലി ബാദൽക്കോ ചമക്കായ, ബിജലി ചമക്കന എന്ന് പറഞ്ഞാൽ മിന്നലടിക്കുക. ബാദൽക്കോ ചമക്കായെ, മേഘത്തെ തിളക്കുന്നു. ഈ മിന്നൽ മേഘത്തെ തിളക്കുന്നു എന്നാണ് കവി പറയുന്നത്. മിന്നലടിക്കുമ്പോൾ മേഘം തിളങ്ങുന്നു. ചമക്കന എന്ന് പറഞ്ഞാൽ തിളങ്ങുക, ചമക്കന എന്ന് പറഞ്ഞാൽ എന്താണ്, തിളങ്ങുക എന്നാണ് അർത്ഥം. അപ്പം
ബിജലി ബാദൽ കോ ചമക്കായെ, മേഘത്തെ തിളക്കുന്നു ഈ മിന്നൽ, ലൈറ്റ്നിങ്. അന്തിയാരെ മേ, അന്തിയാര എന്ന് പറഞ്ഞാൽ അന്ധേര, അതായത് ഇരുട്ട്. ഇരുട്ടിൽ രാഹ് വഴി, രാഹ് എന്ന് പറഞ്ഞാൽ വഴി, രാസ്ത വഴി, ദിഖായെ വഴി കാണിക്കുന്നു. ഇരുട്ടുള്ള സമയത്ത് അന്ധേര അന്ധകാരത്തിൽ വെളിച്ചമുണ്ടാകുന്നു, മിന്നലടിക്കുമ്പോൾ വെളിച്ചമുണ്ടാകുന്നു. മോർ മകൻ മൻ ചൂം ചനൻ ചൻ झूम झूम कर नाच दिखाए കുഷ് ഹോ ഹോക്കർ ഗാന ഗായേ. മോർ എന്ന് പറഞ്ഞാൽ മയിൽ, മകൻ മൻ, മകൻ മൻ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിയുള്ള മനസ്സോടുകൂടി, സന്തോഷമുള്ള മനസ്സോടുകൂടി. മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്. ചൂമ് ചനൻ ചൻ പാദസരത്തിൻ്റെ കിലുക്കുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. മയിൽ നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. ജൂം ജൂമുക്കർ ആടി 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 ഉലഞ്ഞുകൊണ്ട്, നാച്ച് ദിഖായെ നൃത്തം വയ്ക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, നൃത്തം വെച്ച് കാണിക്കുന്നു. മഴ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? മയിൽ സന്തോഷത്തോടുകൂടി, സന്തോഷമായ മനസ്സോടുകൂടി നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. മയിൽ നൃത്തം വയ്ക്കുന്നതിനെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഖുഷ് ഹോ ഹോക്കർ ഗാന ഗായേ. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷമായിക്കൊണ്ട്, സന്തോഷിച്ചുകൊണ്ട്, ഗാന ഗായേ പാട്ട് പാടുന്നു. ഗാന എന്ന് പറഞ്ഞാൽ പാട്ട്, സന്തോഷത്തോടു കൂടി പാട്ട് പാടുന്നു. ബർസേ ബാദൽ കലക്കൽ ചൽച്ചൽ തേർ ചലി കാഗസ് കി നയ്യ പൂച്ചുടാക്കർ ഭാഗി ഗയ്യ. ബർസേ ബാദൽ മഴ പെയ്യുന്നു. ബർസേ ബാദൽ മേഘം പെയ്യുന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നു. കൽക്കൽ ചൽച്ചൽ ഇവിടെ ഇത് മഴ പെയ്യുന്ന ആ സൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. കലകൾ ചൽച്ചൽ അങ്ങനെ മഴ പെയ്യുന്നു. തയർ ചലി, തയർന എന്ന് പറഞ്ഞാൽ നീന്തുക. തയർ ചലി കാഗസ് കി നയ്യ എന്താണ് നീന്തിപ്പോയത്? മഴ പെയ്ത് വെള്ളം വന്നപ്പോൾ കാഗസ് പേപ്പറിൻ്റെ, കടലാസിൻ്റെ തോണി. കാഗസ് കി നയ്യ കടലാസ് തോണി. നയ്യ എന്ന് പറഞ്ഞാൽ നാവ്, തോണി. പേപ്പറിൻ്റെ തോണി നീന്തി പോകുന്നു. പൂച്ചുടാക്കർ ഭാഗി ഗയ്യ പശു എന്താണ് ചെയ്യുന്നത്? ഗയ്യ എന്ന് പറഞ്ഞാൽ ഗായ്, പശു. പൂച്ച് എന്ന് പറഞ്ഞാൽ വാല്. പൂച്ച് ഉട്ടാക്കർ വാലും പൊക്കിക്കൊണ്ട്, വാല് പൊക്കിക്കൊണ്ട്, ഭാഗി ഓടിപ്പോയി പശു. ഗയ്യ എന്ന് പറഞ്ഞാൽ പശു. ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുക. ഗയ്യ എന്ന് പറഞ്ഞാൽ ഗായ്, പശു. അപ്പോൾ പശു എന്താണ് ചെയ്തത്? വാലും പൊക്കിക്കൊണ്ട് ഓടിപ്പോയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ബാദൽ കെ ബരസ്നെ പർ കോൺ കോൺ ഖുഷ് ഹോത്തേ ഹെ. ബാദൽ കെ ബരസ്നെ പർ, അതായത് മഴ പെയ്യുമ്പോൾ ആരൊക്കെയാണ് സന്തോഷിക്കുന്നത്? ആരൊക്കെയാണ് സന്തോഷിക്കുന്നത്? മോർ, മയിൽ, കാഗസ് കി നയ്യ കടലാസ് തോണി, പിന്നെ ഗായ്, പശു. മീനിങ് നോക്കാം. നന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ, ജലകൺ ജലഗണങ്ങൾ, ജലത്തിൻ്റെ തുള്ളികൾ. ഭാപ്പ് നീരാവി. ടണ്ടക് പാന തണുത്ത് ഉറയുക, തണുക്കുക. ബാദൽ മേഘം. ബരസ്ന പെയ്യുക. ഗഡ്ഗഡ് എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം. ബിജലി ചമക്ന എന്ന് പറഞ്ഞാൽ മിന്നലടിക്കുക. അന്തിയാര എന്ന് പറഞ്ഞാൽ ഇരുട്ട്. രാഹ് വഴി. മോർ മയിൽ. മകൻ മൻ സന്തോഷമുള്ള മനസ്സ്. ജൂം ജൂമക്കർ ആടി ആടിക്കൊണ്ട്. നാച്ചന നൃത്തം വയ്ക്കുക. ഖുഷ് ഹോന സന്തോഷിക്കുക. ഗാന ഗാന പാട്ട് പാടുക. തൈർന നീന്തുക. കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ, കടലാസ്. നെയ്യ തോണി. പോഞ്ച് വാല്. ഉട്ടാക്കർ പൊക്കിക്കൊണ്ട്. ഭാഗ്ന ഓടുക. ഗയ്യ എന്ന് പറഞ്ഞാൽ പശു. നിങ്ങൾക്ക് ഈ കവിത നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.